റിയൽമിയുടെ പുതിയൊരു സ്മാർട്ട് ഫോണും കൂടി ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme C11 2021. ഈ ഫോൺ വരുന്നത് 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പോൾ അടുത്ത് പല റിയൽമിയുടെ ഫോണുകളും ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏകദേശം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ വേറൊരു ഫോൺ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ എന്തിനാണ് ലോഞ്ച് ചെയ്തത് എന്ന കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം. അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. Realme C11 2021 എന്ന ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തിനാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് മനസ്സിലാവാത്തത്. കാരണം റിയൽമിയുടെ തന്നെ ഒരു ഫോൺ ഇതേ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ പഴയ ഫോണിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് പുതിയ ഫോണിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയൊന്നുമല്ല. ഈ ഫോണിൽ സത്യം പറഞ്ഞാൽ സെയിം പ്രൈസ് റേഞ്ചിൽ ഒരു ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ ഇറക്കിയെന്ന് വേണം പറയാൻ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C11 2021 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Realme C11 2021 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഫോണിൽ വരുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഏകദേശം 89.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ മറ്റു ഫോണുകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസ്പ്ലേ ഇല്ലാത്തതോ അതല്ലാന്നുണ്ടെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തതോ ഒന്നും തന്നെ നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഈ ഫീച്ചേഴ്സ് ഒന്നും കാണാറില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Realme C20 എന്ന ഫോണിലും ഏകദേശം ഇതേ ടൈപ്പ് ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുക്കാത്തത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്ന ഫോണുകൾ കിട്ടില്ല എന്നല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ മൈക്രോമാക്സ് ഇൻ 1P എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ജോമെട്രി കാർ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ കൂൾ ബ്ലൂ അതുപോലെ തന്നെ കൂൾ ഗ്രേ എന്നീ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ unisoc SC9863A എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മീഡിയാടെക്കിൻ്റെ Helio G35 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മൈക്രോമാക്സ് ഇൻ 1P അതുപോലെ തന്നെ Realme C20 ഈ 2 ഫോണുകളിലും ഈ ഒരു പ്രോസസ്സറാണ് വരുന്നത്. ഈ മീഡിയാടെക്കിൻ്റെ Helio G35 എന്നുള്ള പ്രോസസ്സർ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പോൾ റിയൽമിയുടെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 2 GB റാമാണ് വരുന്നത്. 32 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Android 11 Go എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. അതായത് പ്രോസസ്സർ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷനാണ് ഫോണുകളിൽ കൊടുക്കാറ്. അതാണ് ഈ ഒരു Android Go എഡിഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ Realme സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. Realme C20 എന്ന ഫോണിലും ഏകദേശം ഇതേ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 10 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റു ഫോണുകൾ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Realme C20 എന്ന ഫോണിലും ഇതേ ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 6999 രൂപയാണ്. പിന്നെ ഇൻട്രോഡക്ടറി ഓഫറായിട്ട് ഈ ഫോൺ 6799 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ആമസോൺ വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എന്തിനാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് മനസ്സിലാവാത്തത്. മറ്റ് ബ്രാൻഡുകളുടെ ഭാഗത്തുനിന്ന് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഓക്കെയാണ്, അത് നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇവിടെ റിയൽമിയുടെ തന്നെ ഒരു ഫോണ് ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്, Realme C20 എന്ന ഫോണ്. ആ ഒരു ഫോണിലാണെങ്കിൽ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള ആകെയുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആമസോണിലാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. സാധാരണ റിയൽമിയുടെ ഫോണുകളുടെ സെയിൽ ഫ്ലിപ്കാർട്ടിലാണ് നടക്കാറ്. ഇപ്പോൾ ആമസോണിൽ സെയിൽ കൂട്ടാനായിരിക്കണം ഈ ഒരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തത്.
എന്നാലും അങ്ങനെയാണെങ്കിലും സാംസങ്ങിനെ പോലെങ്കിലും അവർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ M12 അതുപോലെ തന്നെ F12 ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള പേര് കൊടുത്തതേ ഉള്ളൂ. ഒന്ന് ആമസോണിലാണ് സെയിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റേത് ഫ്ലിപ്കാർട്ടിലാണ് സെയിൽ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യായിരുന്നു, സെയിം സ്പെസിഫിക്കേഷനെങ്കിലും കൊടുക്കായിരുന്നു. ഇതിപ്പം ആമസോണിൽ വന്നിട്ടുള്ള ഫോണിന് കുറച്ച് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ മറ്റ് ബ്രാൻഡുകളുടെ കാര്യം കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സ് ഇൻ 1B പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ആ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Realme C11 2021 എന്ന ഫോണ് അത്രയും മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫോൺ നിരാശപ്പെടുത്തി എന്നാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.